അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മളെ വീട്ടിലൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചിട്ട് വാൽവ് ലീക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൽവ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മളെ ഈ നേരിട്ടിട്ട് നമ്മളെ ഈ ടാങ്കിൽ നിന്ന് വരുന്ന വാൽവ് നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പൈപ്പിലേക്ക് ഘടിപ്പിക്കുന്നതും, ഈ പറഞ്ഞതുപോലെ നമുക്ക് വണ്ടി കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള 2 വാൽവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന അത് ഞാൻ ഒട്ടിച്ചിരിക്കുകയാണ് കണ്ടോ, ഈ കാണുന്നതല്ല ഒട്ടിച്ചതാണ്. ആ ഒട്ടിച്ചത് എങ്ങനെയാണ് നമുക്ക് ഒന്നും കൂടി സ്ട്രാപ്പ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു. ഇതിനെന്താ പ്രശ്നം എന്നറിയോ? ഇതിന് ലീക്കുണ്ട് കണ്ടോ, ഇതിന് ലീക്ക് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇത്രയും സംഭവം ചുറ്റി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ലീക്ക് കണ്ടത് ഇപ്പോഴാണ്. മുന്നേ ഇതിന് ലീക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് വാങ്ങിയിട്ട് വരണം, ഈ സാധനം വാങ്ങണം. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വേണം. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പിന് യോജ്യമായത് നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇത് വേണം. അപ്പോൾ ഇതും കൂടി നമുക്ക് എന്ത് ചെയ്യണം, വാങ്ങിക്കണം. ഓക്കെ, നോക്കൂ, ഇത് ആണ് പോയത് ത്രെഡ് ലീക്കാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള വാൽവില്ലേ, അതിന് ലീക്ക്. അപ്പോൾ അതിന് പകരം ഇതാ പുതിയ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്, പുതിയത് വാങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ ഔട്ടിങ്ങിലേക്ക് കൊടുക്കാനുള്ളതാണ് ഇത്. അപ്പോൾ കണ്ടോ, ഇത് വേറൊരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് ആ പൈപ്പ്, അവിടെയുള്ള ആ പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വാൽവ് വെക്കാനായിട്ട് നമ്മൾ ഓൾഡ് ഉണ്ടല്ലോ, ഓൾഡ് നമുക്ക് അങ്ങോട്ട് മുറിച്ച് കളയാം. ഓൾഡ് മുറിച്ചതിന് ശേഷം നമുക്ക് ഈ വാൽവ് വെക്കുമ്പോൾ എളുപ്പമായിരിക്കും ഇത് അതിലോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാൽവ് വെക്കാനുള്ള ടാപ്പ്, അതായത് ഇത് ലീക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ത്രെഡ് ടാപ്പ് എന്ന് പറയും. ഈ ത്രെഡ് ടാപ്പിലേക്ക് നന്നായിട്ട് ചുറ്റിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഇത് വെക്കാൻ വേണ്ടി ത്രെഡ് ടാപ്പെല്ലാം ചുറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇത് കണക്ടർ ഉണ്ടല്ലോ, അതും നമ്മൾ നന്നായിട്ട് ചുറ്റുക. നല്ലോണം ചുറ്റണം, ഇല്ലെങ്കിലില്ല ഈ വാൽവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഔട്ടിങ്ങിലേക്ക് ലീക്ക് വരും. അപ്പോൾ അത് നന്നായി ചുറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ മറ്റേക്ക് കൊടുക്കുക, അതായത് പമ്പിലേക്ക് കൊടുക്കുക. അങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, അടിപൊളിയായി. ഇപ്പോൾ വാൽവും വെച്ചു, കണക്റ്റും വെച്ചു, അങ്ങനെ നമ്മളെ പൈപ്പ് റെഡി ആയിട്ടോ, അടിപൊളി. ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. ഇച്ചിരി പണിയെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളാണെന്ന് വെച്ചാൽ ഹെവി വർക്കൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ നോക്കി ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ പ്രശ്നമാവും. എന്ന് വെച്ചാൽ നമ്മൾ നോക്കി അതിന് കണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട്, അത് ഇഞ്ച് കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെ വൈകും. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫോഴ്സ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.